ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്മീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയ ദോശപ്പൊടിയില്ലേ, അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ പറ്റിയ ദോശപ്പൊടിയാണ്. അപ്പോൾ അതിനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് നല്ലപോലെ ചുമന്ന് വരുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് കടലപ്പരിപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം ചുമന്ന് വറുത്തെടുത്തിട്ട് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചരി കഴുകി ഉണക്കി എടുക്കുകയാണ് കേട്ടോ ഇത്. എന്നിട്ട് അത് നല്ലോണം വറുത്തെടുത്തു. അതോടൊപ്പം 1/2 ഗ്ലാസ് നമ്മൾ എള്ള് എടുത്തിട്ടുണ്ടാകും, കറുത്ത എള്ള്. പിന്നെ 20 വറ്റൽമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വറ്റൽമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചതങ്ങ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ബാക്കി നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ. വെളുത്തുള്ളി വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിപ്പോൾ എരിവിന് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുളക് പൊടി ചേർത്തൊന്ന് പൊടിച്ചാൽ മതിയാവും. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ആവശ്യത്തിന് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടാം. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.